ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് കനയ്യകുമാറിന് നേരെ ജെഎൻയുവിൽ വീണ്ടും ആക്രമണം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജെഎൻയു ക്യാമ്പസിനുള്ളിൽ കനയ്യകുമാറിന് നേരെ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, ജെഎൻയുവിൽ കനയ്യകുമാറിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. പുറത്തുനിന്ന് വന്ന ഒരാളാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാമി പൂവാഞ്ചൽ സേന പ്രവർത്തകൻ തന്നെയാണ് ഈ ആക്രമണകാരി എന്ന പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികളും ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകാനായിട്ടില്ല. സമീപ പ്രദേശങ്ങളിലോ ജെഎൻയുവിന്റെ സമീപ പ്രദേശങ്ങളിലോ കാണാത്ത ഒരാളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജെഎൻയു വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ കനയ്യകുമാറിനെ വധിക്കുമെന്ന ഭീഷണി എഴുതിയ പോസ്റ്ററുകളും മറ്റും രാജ്യ തലസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പൂവാഞ്ചൽ സേനയുടെ തന്നെ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് അവരുടെ മൊബൈൽ നമ്പർ അടക്കം വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റുകൾ പതിപ്പിക്കുകയും കന്നയുടെ നാവരിഞ്ഞു വീട്ടുന്ന ആൾക്ക് പണം നൽകുമെന്നും മറ്റും യുവമോർച്ച നേതാവടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് കനയ്യകുമാറിന് നിലനിന്നിരുന്നത്. നിലവിൽ റേഞ്ച് ഐജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സുരക്ഷ, ഒരു നേതൃത്വത്തിലുള്ള ഒരു നിരീക്ഷണം കന്നയ്യക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കന്നയ്യ ജെഎൻയു ക്യാമ്പസിന് പുറത്തേക്ക് മറ്റും പോവുകയാണെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്നാണ് റേഞ്ച് ഐജി അടക്കം വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ DCP സൗത്ത് DCP പ്രേംകുമാറിന്റെ കീഴിലാണ് കന്നയ്യയുടെ സുരക്ഷ ഏർപ്പാടാക്കിയിരുന്നത്. കന്നയ്യ ജെഎൻയു ക്യാമ്പസിന് പുറത്ത് ഇറങ്ങിയാൽ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നൽകണമെന്ന് സൗത്ത് DCP പ്രേംകുമാർ മുമ്പാകെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ജെഎൻയു ക്യാമ്പസിന്റെ അകത്തേക്ക് ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരാൾ എത്തിയത് എങ്ങനെയെന്നോ മറ്റുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വധഭീഷണിയും ജീവന് ഭീഷണിയും നിലനിന്നിരുന്ന കനയ്യകുമാറിനെതിരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ടോമി, മനു, ഈ പറഞ്ഞതുപോലെ തന്നെ കനയ്യകുമാറിന് നേരെ വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ വേണ്ടേ ഇപ്പോഴുള്ള ഈ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കന്യാകുമാറിനെ ജെഎൻയു ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നത് വലിയ രീതിയിലുള്ള ജീവന് ഭീഷണി ഒരു കാര്യമാണെന്നും അതിനാൽ തന്നെ പുറത്തുള്ള ചടങ്ങുകൾ മറ്റും ഉപേക്ഷിക്കണമെന്നുമാണ് പോലീസ് അറിയിച്ചിരുന്നത്. ക്യാമ്പസിന് പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കായി പോവുകയാണെങ്കിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ സൗത്ത് DCP പ്രേംകുമാർ മുമ്പാകെ അറിയിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറക്കാവൂ എന്നുകൂടി ഒരു സന്ദേശവും ജെഎൻയു വിദ്യാർത്ഥികൾക്കും കന്നയ്യയുടെ അടുത്ത സുഹൃത്തുക്കൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ജെഎൻയു ക്യാമ്പസിനകത്തേക്ക് മറ്റും ഇത്തരത്തിലൊരു ആൾ എത്തിയത് എങ്ങനെയെന്നോ മറ്റുമുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇയാൾ ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് പൂവാഞ്ചൽ സേന പ്രവർത്തകൻ തന്നെയാണ് ഈ വ്യക്തി എന്നതാണ്. അതിനാൽ തന്നെ ഇപ്പോൾ SFI അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ജെഎൻയുവിൽ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. ഈ യോഗശേഷം ഇയാളെ കണ്ടുപരിചയമുണ്ട് എന്ന് പറയുന്ന ചില വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇയാൾ എവിടുത്തുകാരനാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്പസമയങ്ങൾക്കകം അറിയാൻ സാധിക്കും. സോമി, മനു, ഈ ആക്രമിച്ച ആളെ കസ്റ്റഡിയിലെടുത്തോ? നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനോ മറ്റും പോലീസിന് സാധിച്ചിട്ടില്ല. നിലവിൽ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നും ഇയാൾ ഏത് പ്രവർത്തകനാണെന്നത് സംബന്ധിച്ചുള്ള അന്വേഷിക്കും എന്നും മറ്റുമാണ് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് ഇയാൾ എവിടുത്തെ കസ്റ്റഡിയിലാണ് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും പോലീസ് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടില്ല. നിലവിൽ കന്യാകുമാറിനെ തിഹാർ ജയിലിൽ നിന്ന് 21 ദിവസത്തെ തിഹാർ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറക്കുമ്പോൾ പോലും വളരെ രഹസ്യമായാണ് കന്നയ്യയെ കൈമാറിയിരുന്നത്. ഒരുപക്ഷെ ജീവന് ഭീഷണി ഉണ്ട് എന്നത് കണ്ടുകൊണ്ട് മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി കൈമാറുകയും തുടർന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ സുരക്ഷയും അകമ്പടിയോടും കൂടിയാണ് ജെഎൻയു ക്യാമ്പസിന്റെ സമീപത്തെത്തിച്ച് കന്നയ്യയെ രഹസ്യമായി കൈമാറിയത്. ഇതിനുശേഷവും കന്നയ്യയുടെ ജീവന വധഭീഷണി നിലനിന്നിരുന്നു. കന്നയ്യെ വധിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നും മറ്റുമുള്ള വലിയ രീതിയിലുള്ള വധഭീഷണി നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കന്നയ്യക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ടോമി, ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത്. പൂവാഞ്ചൽ സേനയുടെ ആളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും വരുന്നു. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിനു വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്.
100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വെക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി പിരിക്കാനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് VS അച്യുതാനന്ദൻ. തീരുമാനത്തിനു പിന്നിൽ കോടികളുടെ അഴിമതിയെന്നും ഇതുവഴി 900 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും VS പറഞ്ഞു. UDF-ഉമായുള്ള സീറ്റ് ചർച്ചയിൽ തീരുമാനമായില്ലെന്ന് വീരേന്ദ്രകുമാർ പ്രതികരിച്ചു. ഉഭയകക്ഷി ചർച്ചയായിരുന്നു. ഞങ്ങൾ ഇന്ന് സീറ്റിൻ്റെ കാര്യം സംസാരിച്ചത്. അത് മുഴുവൻ തീരുമാനങ്ങളായിട്ടില്ല. 14-ാം തീയതി പിന്നെയും ചർച്ച നടക്കും. ഘടകകക്ഷികളുമായുള്ള UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എങ്ങനെ പുരോഗമിക്കുന്നു ചർച്ച? ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചകൾ UDF-ൽ പൂർത്തിയായിരിക്കുന്നു. ഇതിൽ ഇന്ന് പ്രധാനമായും ഉഭയകക്ഷി ചർച്ച നടന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജേക്കബ് വിഭാഗവും ഒപ്പം തന്നെ JDU-യും PMP-യുമായിട്ടാണ്. ഇതിൽ ആദ്യം നടന്ന 3 ഉഭയകക്ഷി UDF-ഉമായി ചർച്ചയിലാണ് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടായത്. പരാജയപ്പെട്ട ചർച്ചകളിൽ എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടുള്ള ചർച്ചയായിരുന്നു. മാണി വിഭാഗത്തിൻ്റെ അധിക സീറ്റുകൾ എന്ന ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. നേരത്തെ മത്സരിച്ച 15 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ അധികമായി വേണമെന്നായിരുന്നു കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരികെ ചോദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പ്രധാനമായും ചർച്ച ഇന്ന് പരാജയപ്പെട്ടത്. എന്നാൽ കേരള കോൺഗ്രസ് ഈ ആവശ്യത്തിനോട് എടുത്ത നിലപാട്, നിലവിൽ തങ്ങൾ നേരത്തെ കേരള കോൺഗ്രസ് പരാജയപ്പെട്ട പേരാമ്പ്ര, തളിപ്പറമ്പ്, ആലത്തൂർ എന്നീ സീറ്റുകൾ മാത്രമേ ഒരു വെച്ചുമാറൽ സാധ്യമാവുകയുള്ളൂ. മറ്റ് സീറ്റുകളൊന്നും വിട്ടുതരാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എടുത്തത്. അതോടുകൂടിയാണ് ഈ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച കൂടുതൽ സങ്കീർണമായതും അലസിപ്പിരിയുന്ന സാഹചര്യമുണ്ടായതും. തുടർന്ന് 14-ാം തീയതിയാണ് വീണ്ടും കേരള കോൺഗ്രസുമായുള്ള ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടക്കുക. സമാനമായ സാഹചര്യം തന്നെയാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും ഉണ്ടായത്. ജേക്കബ് ഗ്രൂപ്പിന്റെ 4 സീറ്റുകൾ എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രധാന ആവശ്യങ്ങളിലൊന്നായ അങ്കമാലി സീറ്റ് സംബന്ധിച്ച് ഒരു
ഉറപ്പും കോൺഗ്രസ് നൽകിയിട്ടില്ല. നിലവിൽ അങ്കമാലി സീറ്റ് നൽകാനാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇതുവരെ ചർച്ചയിൽ കൈക്കൊണ്ടിരിക്കുന്ന സമീപനം. അതുകൊണ്ട് തന്നെ പൂർണ്ണ അതൃപ്തിയോടുകൂടിയാണ് ജേക്കബ് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പുറത്തോട്ട് വന്നത്. മാധ്യമങ്ങളോട് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാനായ ജോണി നെല്ലൂർ പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. യാതൊരു തീരുമാനവുമായിട്ടില്ല, പൂർണ്ണ അതൃപ്തിയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ തുടർ ചർച്ചകൾ, ജേക്കബ് ഗ്രൂപ്പുമായുള്ള തുടർ ചർച്ചകൾ നാളെയായിരിക്കും നടക്കുക. സമാന സാഹചര്യം തന്നെയാണ് JDUവിൻ്റെ കാര്യത്തിലുമുണ്ടായത്. നേരത്തെ മത്സരിച്ച 7 സീറ്റുകളേക്കാൾ 1 സീറ്റാണ് ഇത്തവണ JDU അധികം ചോദിച്ചിരിക്കുന്നത്. ആ സീറ്റ് സംബന്ധിച്ച് യാതൊരു ഉറപ്പും കോൺഗ്രസ് JDUവിന് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ പല സീറ്റുകളും വെച്ച് മാറാൻ JDU ആവശ്യമുന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും ഒരു ഉറപ്പും കോൺഗ്രസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് JDUവുമായുള്ള ചർച്ചയും ഇത്തരത്തിൽ 3 ചർച്ചകളും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം തന്നെ CMPയുടെ പ്രധാന ആവശ്യമായ കുന്നംകുളം സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഏകദേശ ധാരണയെങ്കിലും CMPയുമായി ആയി എന്ന് പറയാം. അതേസമയം തന്നെ CMP 3 സീറ്റുകൾ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും നിലവിൽ കോൺഗ്രസ് നൽകിയിട്ടില്ല. എന്തായാലും ഇന്ന് നടന്ന 4 ഉഭയകക്ഷി ചർച്ചകളിൽ 3ഉം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ UDFിലെ ഉഭയകക്ഷി ചർച്ചകളെല്ലാം തന്നെ സീറ്റ് വിഭജനമെല്ലാം തന്നെ ഒരു കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. സ്വാമി ജിതിൻ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനോട് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സീറ്റ് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും CP ജോൺ പ്രതികരിച്ചു. ഇന്ന് ചർച്ച നടന്നു. ഞങ്ങളുടെ 2ാം വട്ട ചർച്ചയാണ്. പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ കാര്യത്തിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് UDF നേതൃത്വം പറയും. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് തീരുമാനങ്ങളായിട്ടില്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഞങ്ങൾ 3 സീറ്റാണ് ചോദിച്ചത്. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VCയും ന്യൂറോ സർജനുമായ ഡോക്ടർ B ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T പാർവതി എന്നിവരടങ്ങിയ വിധി നിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾ പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മേയർ സൗമിനി ജെയിനെ പ്രതിഷേധക്കാർ കോർപ്പറേഷന് മുന്നിൽ തടഞ്ഞു. BJP നേതാവ് AN രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുമ്പോൾ ഓപ്പറേറ്റർമാർ വഴി സാധാരണ ജനങ്ങളിൽ നിന്ന് വിനോദ നികുതി പിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഏകപക്ഷീയവും ജനവിരുദ്ധവുമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, K വിജയകൃഷ്ണൻ, KB രാജൻ തുടങ്ങിയ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു.
പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതാണ് ഷോറൂം.